എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്ന ചോദ്യം പ്രതിപക്ഷം പലകുറി ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ സന്ദർശിക്കും എന്നത് ഔദ്യോഗികമായി തന്നെ നമുക്ക് സ്ഥിരീകരിക്കാമോ? ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. സെപ്റ്റംബർ 13-നാണ്. ഇത് ആദ്യം മിസോറാമിലേക്കായിരിക്കും മോദി പോവുക. അവിടെ ബൈറാബി സൈറംഗ് റെയിൽവേ ലൈന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 51 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ലൈനാണിത്. ഇത് ഐസോളിനെയും മിസോറാമിനെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റെയിൽവേ ലൈനാണ്. ഇതായിരിക്കും പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് ഐസ്വാളിൽ നിന്ന് മണിപ്പൂരിലേക്ക് പോകുമെന്നാണ് ഐസ്വാളിലെ ചില വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവിടെ ഇന്നലെ ഐസ്വാളിലെ ചീഫ് സെക്രട്ടറി ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ വിളിച്ച് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷയൊക്കെ വിലയിരുത്തിയിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഈ പ്രധാനമന്ത്രിയുടെ വരവും അതിനുശേഷം അദ്ദേഹം നടത്തുന്ന യാത്രയും കുറിച്ച് വിവരം ലഭിച്ചത്. 2023 മെയ്യിലാണ് ഈ മണിപ്പൂരിൽ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. മെയ്തേയ് കൂക്കി വിഭാഗങ്ങൾ തമ്മിൽ. അതിനുശേഷം പല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരടക്കം പല സംഘങ്ങളും അവിടെ എത്തിയിരുന്നു. പക്ഷെ 2 വർഷത്തിനിടെ ഇവരെ പലകുറി ചോദിച്ചത് പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നില്ല എന്നായിരുന്നു. എന്തായാലും മണിപ്പൂരിൽ സന്ദർശിക്കും എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അവിടെ എന്തൊക്കെ പരിപാടിയിലായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുക തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ.